രാവിലെ മുതൽ തന്നെ നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ നേരിട്ടിറങ്ങിയ മന്ത്രിസഭാ ചർച്ചകൾ പുരോഗമിക്കുകയായിരുന്നു. പല ആർ സിയുമായും കെ സിയുമായും പോയി കൂടിക്കാഴ്ച നടത്തി അവിടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചാണ് മുന്നോട്ടേക്കുള്ള പോക്ക്. അതായത് ഇപ്പോൾ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ ഇപ്പോൾ ഇനി ബാക്കി ചർച്ചകൾ തുടർ ചർച്ചകൾ കെ പി സി സിയിലാണ്. നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ദിരാഭവനിലുണ്ട്. കെ പി സി അധ്യക്ഷൻ സണ്ണി ജോസഫ്, എ ഐ സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി എന്നിവർ ചർച്ചയിലുണ്ട്. അങ്ങനെ ബാക്കി ചർച്ചകൾ അവിടെ കെ പി സി സിയിൽ ആണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇപ്പോൾ നിലവിൽ മുഖ്യമന്ത്രി പദവിക്കൊപ്പം ധനവകുപ്പ് വി ഡി സതീശൻ ഏറ്റെടുക്കും. ആഭ്യന്തര വിജിലൻസ് വകുപ്പുകൾ രമേശ് ചെന്നിത്തലയ്ക്ക് നൽകുന്ന സാഹചര്യത്തിലാണ് തീരുമാനം. എം ലിജു, ചാണ്ടി ഉമ്മൻ, ബിന്ദു കൃഷ്ണ എന്നിവർ മന്ത്രിമാരാകും. സണ്ണി ജോസഫ്, കെ മുരളീധരൻ, പി സി വിശ്വനാഥ് നേരത്തെ മന്ത്രിസ്ഥാനം ഉറപ്പിച്ചവരാണ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കറാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അദ്ദേഹത്തിന് കൊടുക്കുകയാണെങ്കിൽ ഒരു ധനകാര്യം പോലെയുള്ള വകുപ്പുകളാണ് ഇനി അത്രയും സീനിയർ മന്ത്രിയാണ്. അപ്പോൾ അത് കൊടുക്കാൻ സ്കോപ്പില്ലാത്ത കാരണമാവണം സ്പീക്കർ എന്നതിലേക്ക് ആലോചിക്കുന്നത്. സി പി ജോണിന് മുഴുവൻ ടൈമും മന്ത്രിസ്ഥാനം കിട്ടും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. മാണി സി കാപ്പൻ നേരത്തെ മന്ത്രി സ്ഥാനത്തിന് അവകാശവാദം ഉന്നയിച്ചതാണ്. മാണി സി കാപ്പനും അനൂപ് ജേക്കബിനും മന്ത്രിസ്ഥാനം നൽകുന്നതിൽ ഇതുവരെ തീരുമാനമായിട്ടുമില്ല. കാര്യം ആകെയുള്ളത് 21 മന്ത്രിമാരാണ്, എല്ലാവർക്കും കൊടുക്കണം. അപ്പോൾ അവർക്ക് മന്ത്രി സ്ഥാനം കിട്ടുന്നില്ലെങ്കിൽ വേറെ എന്താണ് അതിനുള്ള ഒരു പ്രശ്നപരിഹാര ഫോർമുല എന്ന കാര്യത്തിൽ കൂടി ചർച്ച നടക്കുന്നുണ്ട്. ആർ ശ്രീജിത്ത് വിവരങ്ങളുമായി ചെയ്യുന്നുണ്ട്. ശ്രീജിത്ത്, ആഭ്യന്തരവും വിജിലൻസും രമേശ് ചെന്നിത്തലയ്ക്ക് കൊടുക്കുമ്പോൾ ധനകാര്യം പോലൊരു പ്രധാനപ്പെട്ട വകുപ്പ് വി ഡി എടുക്കുമെന്ന കാര്യത്തിൽ ഏതാണ്ട് തർക്കമുണ്ടായിരുന്നില്ല. കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകൾ ആഭ്യന്തരം, ധനകാര്യം, വ്യവസായം, പിന്നെ പുതിയ കാലത്ത് IT. അപ്പോൾ ഇതിലേതൊരു ഒന്നില്ലെങ്കിൽ കാര്യമില്ല. ശ്രീജിത്ത്, ഹാഷ്മി, ഈ വകുപ്പുകളെക്കാൾ പ്രധാനം UDF മന്ത്രിസഭയെ ഐക്യത്തോടെ മുന്നോട്ട് നയിക്കുക എന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരു വലിയ വിട്ടുവീഴ്ചയ്ക്ക് നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ തയ്യാറായിരിക്കുന്നു. സാധാരണ മുഖ്യമന്ത്രിമാർ കയ്യിൽ വെക്കുന്ന വകുപ്പുകളാണ് ആഭ്യന്തരം, വിജിലൻസ് തുടങ്ങിയ വകുപ്പുകൾ. എന്നാൽ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കപ്പെട്ടതോടെ കടുത്ത അതൃപ്തിയിലായിരുന്നു. അദ്ദേഹത്തിന് മന്ത്രിസഭയിലേക്ക് കടന്നു വരണമെങ്കിൽ എന്ത് വിട്ടുവീഴ്ചയ്ക്കും താൻ തയ്യാറാണെന്ന ഒരു ബ്ലാങ്ക് ചെക്ക് ആദ്യം തന്നെ വി ഡി സതീശൻ കൂടിക്കാഴ്ചയിൽ രമേശിനും അനുകൂലികൾക്കും നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ ആഭ്യന്തരം, വിജിലൻസ് വകുപ്പുകൾ ലഭിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരുന്നു. എന്നാൽ രമേശ് ചെന്നിത്തല ആ ഘട്ടത്തിലൊന്നും അയയാൻ തയ്യാറായിരുന്നില്ല. ഇപ്പോൾ രമേശിനൊപ്പമുള്ള നേതാക്കന്മാരുടെ സ്നേഹപൂർവ്വമായ നിർബന്ധത്തിന് വഴങ്ങി അദ്ദേഹം ഒരുപക്ഷെ മന്ത്രിസഭയിലേക്ക് എത്തിയേക്കും. അദ്ദേഹം ആഭ്യന്തര വകുപ്പിലേക്ക് തന്നെ മടങ്ങി വരും. അങ്ങനെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട വകുപ്പായ പോർട്ട്ഫോളിയോയായ ധനവകുപ്പ് നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശനിലേക്ക് വന്നു ചേരുന്നത്. നേരത്തെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഉമ്മൻചാണ്ടി ധനവകുപ്പ് കൈകാര്യം ചെയ്തിരുന്നു. ബജറ്റ് അവതരണം വരെ നടത്തിയിരുന്നു ആ കാലത്ത്. അതുകൊണ്ട് തന്നെ ധനവകുപ്പ് മുഖ്യമന്ത്രിയിൽ വന്നു ചേരുന്നത് ഇതാദ്യമല്ല. UDFിൻ്റെ കാലത്ത് മുൻപും ഉണ്ടായിട്ടുണ്ട്. അതാണ് ചരിത്രം. ആ ചരിത്രത്തിൻ്റെ പിന്തുടർച്ചയെന്നോണം വി ഡി സതീശൻ ധനവകുപ്പ് എന്ന പ്രധാനപ്പെട്ട പോർട്ട്ഫോളിയോ കൂടി വഹിക്കുകയാണ്. നേരത്തെ ആഷ്മി പറഞ്ഞ പോലെ IT വകുപ്പൊന്നും ലഭിക്കില്ല. കാരണം വ്യവസായ IT വകുപ്പുകൾ PK കുഞ്ഞാലിക്കുട്ടിയുടെ വകുപ്പുകളാണ്. ലീഗ് നേരത്തെയും കൈവശം വെച്ചിരുന്ന വകുപ്പുകളാണ്. അതൊന്നും ലീഗ് വിട്ടുകൊടുക്കാനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ ലീഗിനെ അലോസരപ്പെടുത്താതെ സ്വയം ഒരു ത്യജിക്കൽ നടത്തിക്കൊണ്ടാണ് ആഭ്യന്തര വിജിലൻസ് വകുപ്പുകൾ ചെന്നിത്തലയ്ക്ക് നൽകുകയും ധനവകുപ്പ് വി ഡി സതീശൻ ഏറ്റെടുക്കുകയും ചെയ്തിരിക്കുന്നത്. ശ്രീ, ഇനിയിപ്പോൾ പ്രധാനപ്പെട്ട പ്രശ്നബാധ മേഖലകൾ എവിടെയെങ്കിലും ഉണ്ടോ? ഇപ്പോൾ തിരുവഞ്ചൂരിന് സ്പീക്കറാണോ, മന്ത്രിസ്ഥാനമാണെന്നുണ്ടെങ്കിൽ തന്നെ ഏത് വകുപ്പാണ്? കാര്യം അദ്ദേഹം ഒരു സീനിയറാണ്. അപ്പോൾ അതുപോലൊരു വകുപ്പ് കൊടുക്കണം. എന്തായാലും പ്രധാനപ്പെട്ട വകുപ്പുകളൊന്നും എല്ലാം ഇതിനോടൊപ്പം തന്നെ വിധിച്ചു പോയി. അപ്പോൾ ഏത് വകുപ്പ് അദ്ദേഹത്തിന് കൊടുക്കും എന്ന ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. ലീഗ് 5 മന്ത്രിസ്ഥാനം തന്നെ വേണം എന്ന് ലീഗ് അവർ വളരെ ലെജിറ്റിമേറ്റായി അവരുടെ അവകാശവാദത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് ഒരു മന്ത്രിയും ഒരു മന്ത്രിയും ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനവും എന്ന ഫോർമുലയോട് അവർ യോജിക്കുന്നില്ല. അപ്പോൾ ഒരു 85% പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടെങ്കിലും ബാക്കി കിടപ്പുണ്ട്. അതും കൂടി പരിഹരിക്കാൻ കഴിയുമെന്നതാണോ UDF പ്രതീക്ഷ? ശ്രീജിത്ത്, ഹാഷ്മി, മറ്റ് പ്രശ്നബാധിത മേഖലകളൊന്നുമില്ല. വളരെ ശാന്തമായി തന്നെ കാര്യങ്ങൾ പോവുകയാണ്. ഒറ്റ ദിവസം കൊണ്ട് അല്ലെങ്കിൽ 2 ദിവസം കൊണ്ട് മന്ത്രിസഭാ രൂപീകരണമൊക്കെ UDFിൽ തീർപ്പാകുക എന്ന് പറഞ്ഞാൽ അത് വളരെ അത്ഭുതകരമായ കാര്യമാണ്. വളരെ ആരെയും അമ്പരപ്പിക്കുന്ന കാര്യമാണ്. കാരണം UDFിൽ സാധാരണ തർക്കവിതർക്കങ്ങളും മറ്റും കൊണ്ട് മന്ത്രിസഭാ രൂപീകരണം വൈകലാണ് പതിവ്. എന്നാൽ ഇപ്പോൾ വകുപ്പ് വിഭജനവും മന്ത്രിസഭാ രൂപീകരണവും ഒക്കെ തന്നെ വളരെ വേഗത്തിൽ തന്നെ നടക്കുന്നു. ഇന്ന് ഒരു വൈകുന്നേരത്തോടു കൂടി തന്നെ പട്ടിക അന്തിമമാകും. ഇപ്പോൾ ഒരു ഡ്രാഫ്റ്റ് പട്ടികയുമായിട്ടാണ് ഘടകകക്ഷികളുമായി സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു കരട് പട്ടികയുമായിട്ടാണ് വി ഡി സതീശൻ ഇന്ദിരാഭവനിലേക്ക് പോയിരിക്കുന്നത്. അവിടെ AICCയുടെ ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി, KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്, UDF കൺവീനർ അടൂർ പ്രകാശ് തുടങ്ങിയവർ ചർച്ചയിൽ പങ്കാളികളാകും. അവിടെ ഒരു കൂടിയാലോചന നടത്തിയ ശേഷമായിരിക്കും ഘടകകക്ഷികളോട് തുടർന്ന് സംസാരിക്കാൻ പോകുന്നത്. ജോസഫ് ഗ്രൂപ്പിനോട് ഒരു ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടാൻ വീണ്ടും അഭ്യർത്ഥിക്കാൻ സാധ്യതയുണ്ട്. മാണി സി കാപ്പൻ്റെയും അനൂപ് ജേക്കബിൻ്റെയും കാര്യത്തിലാണ് അന്തിമ തീരുമാനമാകേണ്ടത്. CP ജോണിന് മന്ത്രിസ്ഥാനം നൽകണമെന്നും മുഴുവൻ ടൈം നൽകണം
വേണമെന്നും ഉള്ള തീരുമാനം നിർദ്ദേശം വി ഡി സതീശനുണ്ട്. കാരണം UDF-ന്റെ ഒരു മുതൽക്കൂട്ടാണ്, ആ മന്ത്രിസഭയുടെ തന്നെ ആകെ മുതൽക്കൂട്ടായി മാറാൻ കഴിയുന്ന വ്യക്തിയാണ് CP ജോൺ. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അനുഭവ സമ്പത്ത്, രാഷ്ട്രീയമായ അനുഭവ സമ്പത്തും പരിചയങ്ങളുമൊക്കെ ഈ സർക്കാരിന് മുതൽക്കൂട്ടാകും. അതുകൊണ്ട് മുഴുവൻ സമയവും CP ജോൺ മന്ത്രിസഭയിൽ വേണം എന്ന് തന്നെയാണ് സതീശിൻ്റെ താല്പര്യം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പിന്നീട് ഒഴിവാക്കാൻ അല്ലെങ്കിൽ വീതം വെക്കാൻ കഴിയുന്നത് അനൂപ് ജേക്കബിൻ്റെയും മാണി സി കാപ്പൻ്റെയും കാര്യമാണ്. അവർക്കൊരു പക്ഷേ ടേം വ്യവസ്ഥ വന്നാലും അത്ഭുതപ്പെടാനില്ല. ബാക്കിയുള്ളവർക്ക് RSPക്ക് പ്രധാന വകുപ്പ് തന്നെ ലഭിക്കും. അവർ ജലവിഭവ വകുപ്പ് ആവശ്യപ്പെടുന്നു. എന്നാൽ ഇപ്പോഴും കീറാമുട്ടിയായി നിൽക്കുന്നത് ജോസഫ് ഗ്രൂപ്പിൻ്റെ കാര്യമാണ്. അതാണ് ഹാഷ്മി സൂചിപ്പിച്ച ഒരു 85% പ്രശ്നം കഴിഞ്ഞാൽ ഒരു 15% ബാക്കിയുള്ളപ്പോൾ ആ 15% പ്രശ്നം ജോസഫ് ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. ജോസഫ് എങ്കിലും ഈ 102 സീറ്റിൻ്റെ തിളക്കമാർന്ന വിജയത്തിൽ വലിയ പങ്കുവഹിച്ച പാർട്ടി എന്ന നിലയിൽ ജോസഫ് കുറച്ചുകൂടി വിട്ടുവീഴ്ചയുള്ള സമീപനം സ്വീകരിക്കുമെന്ന പ്രതീക്ഷയിലാണ് നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.